നമ്മൾ ചെയ്യുന്നത്. വാട്ട് ഈസ് ദിസ് ഗൈസ്? ആർക്ക് പറയാൻ പറ്റും? ഈ ഒരു ഇമേജ് കണ്ടിട്ടൊരു ലൈക് ആനിമേറ്റഡ് ഗോസ്റ്റ് ഒരു പെൻസിൽ പിടിച്ച് വരയ്ക്കണ പോലെ ഉണ്ട്. ഗുഡ് ആൻസർ, ഗുഡ് ആൻസർ, ഗുഡ് ആൻസർ. 1 മാർക്ക്. ഗുഡ് ആൻസർ, 1 മാർക്ക്. പക്ഷെ ആൻസർ ശരിയല്ല. ഓക്കെ, അടുത്ത ആൾ പറയൂ. സാർ, അത് പുതിയ ജോബ്സ് ഉണ്ടാക്കുന്നത് പോലെ തോന്നി. പുതിയ ജോബ്സ് ഉണ്ടാക്കുന്നത് പോലെ തോന്നി. 1 മാർക്ക്. ബട്ട് ആൻസർ ഇസ് നോട്ട് കറക്റ്റ്. ആര്യം പറയൂ. ഞാനൊരു ക്ലൂ തരാം. ദിസ് ഇസ് ദ ക്ലൂ. സാർ, ഹാക്സ് ആണോ? ആളറിയാതെ? ആളറിയാതെ അല്ല. നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ ടെക്നോളജി ഉപയോഗിച്ചൂടെ? നിങ്ങളുടെ കയ്യിലല്ലേ മൊബൈൽ ഇരിക്കുന്നത്? ഈ മൊബൈൽ വെച്ചിട്ട് നമുക്ക് ഒരു സംവിധാനമില്ല. എന്താ അതിനെ പറയുക? ഗൂഗിൾ. യാ, ഗൂഗിൾ. നോ, ഗൂഗിൾ നോട്ട് ക്രോം. നോട്ട് ക്രോം. This is what is this? ഗൂഗിൾ ലെൻസ്. Yes, 3 marks. ആരാണ് പറഞ്ഞത്? എലോന. യെസ് സർ. യാ, 3 marks എലോന. ഗൂഗിൾ ലെൻസ്. ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ചത് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കൂ. വാട്ട് ഇസ് ദിസ്? ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അടുത്തത്. ഏത് പിക്ചർ വേണം? നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ഗൂഗിൾ ലെൻസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? യെസ് സാർ. Then try this please. Then tell me the answer. What is it? സാർ, ഇതൊരു കാർട്ടൂൺ പിക്ചർ ആണോ? അല്ല, കാർട്ടൂൺ പിക്ചർ അല്ല. അല്ലെങ്കിൽ ഇത് നോക്കൂ. കാർട്ടൂൺ പിക്ചർ അല്ല. കാർട്ടൂൺ പോലെയൊക്കെ തോന്നും, അങ്ങനെയൊക്കെ വരച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ തോന്നും. പക്ഷെ കാർട്ടൂൺ പിക്ചർ അല്ല. സാർ, വെബ്സൈറ്റിൻ്റെതാണോ? അല്ല. ഈ പിക്ചർ നിങ്ങൾ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? അത് അറിയില്ലേ? ഗൂഗിൾ ലെൻസ് ഓൺ ചെയ്ത് ഇതിൽ കൊണ്ട് പിക്ചർ വെച്ചാൽ നമുക്ക് സെർച്ച് മോഡ് വരും. ആ സെർച്ച് അടിച്ചു കഴിഞ്ഞാൽ അത് തെളിഞ്ഞു വരുമല്ലോ. നിങ്ങളത് ചെയ്ത് പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഗൂഗിൾ ലെൻസ് എഴുതി വെക്കൂ. അത് നിങ്ങൾ ചെയ്ത് പഠിക്കണം. ഓക്കെ, ദിസ് ഇസ് കോൾഡ് ഗോസ്റ്റ് റൈറ്റർ എന്ന് പറയുന്നതിന്റെ സിമ്പൽ ആണത്. അപ്പൊ ഗോസ്റ്റ് റൈറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർക്ക് പറയാൻ പറ്റും? ചെക്ക്. നിങ്ങൾ ഡിവൈസ് യൂസ് ചെയ്യൂ, ദെൻ ChatGPT ഉപയോഗിക്കൂ, ഗൂഗിൾ ഉപയോഗിക്കൂ. എന്നിട്ട് നോളജ് ഈസ് അറ്റ് ദ ഫിംഗർ ട്രിപ്പ് എന്നാണ് പറയുക. പക്ഷെ ആ ഫിംഗർ എവിടെ വെക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. സാർ, അതൊരാളുടെ ജോബ് എടുക്കുക എന്നല്ലേ? ഇല്ല, ഒന്നുകൂടി വ്യക്തമായിട്ട് പറയൂ. കറക്റ്റ് ആണ്, ആൻസർ കറക്റ്റ് ആണ്. ഒന്നുകൂടി വ്യക്തതയോട് കൂടി പറയൂ. സാർ, അതിനാഥ് പറയൂ. ഒന്ന് കംപ്ലീറ്റ് ചെയ്യൂ അതിനാഥ് പ്ലീസ്. സാർ, അതൊരാളുടെ ജോബ് നന്നായിട്ട് എടുക്കുക എന്നല്ലേ? റൈറ്റ് ചെയ്ത് സ്പീച്ച് ഇങ്ങനെ സോങ്സ് ആയിട്ട് അങ്ങനെയുള്ള അനുഗ്രഹ പറയൂ. സാർ, സാഹിത്യപരമോ പത്രപ്രവർത്തനപരമോ ആയ കൃതികള്, പിന്നെ പ്രസംഗങ്ങള് അല്ലെങ്കിൽ രചയിതാവ് എന്ന നിലയിൽ മറ്റൊരാൾക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന മറ്റ് ഗ്രന്ഥങ്ങൾ എഴുതാൻ നിയമിക്കപ്പെടുന്ന വ്യക്തിയാണ് ഗോസ്റ്റ് റൈറ്റർ. യെസ്, ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇതാണ് അതിനാഥ് പറഞ്ഞത് ശരിയാണ്. അപ്പൊ അതിനാഥിന് പിന്നെ 2 മാർക്കും അനുഗ്രഹയ്ക്ക് 3 മാർക്കും കൊടുക്കുന്നു ഞാൻ. പ്രശോഭ, ഹോപ്പ് യു ആർ സ്കോറിംഗ് ഇറ്റ്. Okay, so ghostwriter is a professional writer who is hired to create written content such as books, articles or speeches that officially credited to another person. ഇതിനെയാണ് ഗോസ്റ്റ് റൈറ്റർ എന്ന് പറയുക. ഓക്കെ, അപ്പൊ ഈ കണ്ടന്റ് ഡെവലപ്മെന്റും വേണമെങ്കിൽ ട്രാൻസ്ലേഷനും ഇതുപോലെ ചെയ്യാം. നോക്കൂ, ഈ ബുക്ക് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല. ഇത് പുതിയതായിട്ട് ഇന്നലെ പുറത്തിറങ്ങിയിട്ടുള്ളൂ. ഇതിന്റെ ഓതർ ആരാണെന്ന് അറിയോ നിങ്ങൾക്ക്? ഹലോ ഗൈസ്. ബഷീർ പി. അതാരാണ്? സാർ, ഞാൻ തന്നെയാണ്. താങ്ക് യു സോ മച്ച്. അങ്ങനെയെങ്കിലും റെക്കഗ്നൈസ് ചെയ്തല്ലോ എന്നെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, 2 മാർക്സ് ഫോർ യു. പ്രശോഭ് പുട്ട് 2 മാർക്സ് ഫോർ ദ ആൻസർ. സോ ഇത് ഞാൻ ആക്ച്വലി എഴുതിയത് ഇംഗ്ലീഷിലാണ്. ആൻഡ് കാരണം മലയാളത്തിലും ഞാൻ എഴുതും, പക്ഷെ എനിക്ക് സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നുകൊണ്ട്
ഞാൻ വിചാരിച്ചു അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പൊ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് എൻ്റെ പേരിൽ തന്നെ എനിക്ക് ഇറക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ടും അത് ഒരാളെ കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യിക്കണം. അതും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഗോസ്റ്റ് റൈറ്റർ ജോബാണ്. അപ്പൊ അയാളുടെ പേര് വെക്കാതെ ഞാൻ തന്നെ ചെയ്തു എന്നുള്ള പേരിൽ എനിക്കത് ചെയ്യാം. പക്ഷെ എൻ്റെ ഫ്രണ്ട് സെബാസ്റ്റ്യൻ തയ്യൂർ എന്ന് പറയുന്ന ആള് ഒരു പത്രപ്രവർത്തകനാണ്. അദ്ദേഹം ഇപ്പോൾ മുംബൈയിൽ സെറ്റിലായിട്ട് കുറെ കാലങ്ങളായി. അദ്ദേഹം എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, പിന്നെ ബഷീർ, ഞാനത് എഴുതിക്കോളാം, എനിക്ക് ഒന്നും വേണ്ട, എനിക്കത് എഴുതിക്കോളാം. ബഷീറിന്റെ ഈ വർക്ക് വളരെ കാലഘട്ടത്തിന് ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതിന് പ്രത്യേക പ്രതിഫലമൊന്നും വേണ്ട, എൻ്റെ ഒരു കോൺട്രിബ്യൂഷനായിട്ട് അത് എടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സെബാസ്റ്റ്യനാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഞാനും കൂടി സഹായിച്ചു. അങ്ങനെ സെബാസ്റ്റ്യൻ അത് എഴുതി വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? സെബാസ്റ്റ്യൻ അതിന്റെ ക്രെഡിറ്റ് കൊടുത്തു. എൻ്റെ പുസ്തകത്തിൽ വിവർത്തകൻ എന്ന പേരിൽ സെബാസ്റ്റ്യനെ ഞാൻ ചേർക്കുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള ജോബ് നമുക്ക് എടുത്താൽ അതിന് പേയ്മെന്റ് കിട്ടുന്നതാണ്. നോക്കൂ, ഗോസ്റ്റ് റൈറ്റർ എന്ന് പറയുന്ന പൊസിഷൻ ബ്ലോഗുകൾ എഴുതുന്നതിന്, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് ബ്ലോഗുകൾ എഴുതി കൊടുത്താൽ 50 മുതൽ, ഇത് വിദേശത്തെ ഒരു റേറ്റ് അനുസരിച്ചാണ് പറയുന്നത്, നമ്മുടെ നാട്ടിലേത് അല്ല. ബ്ലോഗിന്, അതുപോലെ ആർട്ടിക്കിളിന്, ബുക്കിനൊക്കെ പലതരത്തിലുള്ള റേറ്റും പ്രൈസും ഒക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും അയാളും കൂടിയിട്ടാണ് എഴുതുന്നത്. അയാളുടേതാണ് തോട്ട്, എഴുത്ത് എൻ്റെ വകയാണ്. അത് ഞാനിപ്പോൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്, എന്നിട്ട് പിന്നീട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ 100,000 റുപ്പീസ് എനിക്ക് അതിൽ ഓഫർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ അഡ്വാൻസ് വാങ്ങിയിട്ടില്ല, പക്ഷെ സമയം ആയിട്ടില്ല, തുടങ്ങിയിട്ടില്ല വർക്ക്, പക്ഷെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഗോസ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു കരിയർ ഗിഗ് ആണ്. അത് ഒരു കരിയർ ഹാക്കാണ്. നമുക്ക് ഒരു ജോബിന്റെ ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഡു യു ഹാവ് സച്ച് എ ഹിഡൻ ടാലന്റ്? നിങ്ങൾക്ക് അങ്ങനെ എഴുത്തിനുള്ള ഒരു കഴിവുണ്ടോ? ആർക്കെങ്കിലും എഴുതാനോ, ക്രിയേറ്റ് ചെയ്യാനോ, ട്രാൻസ്ലേറ്റ് ചെയ്യാനോ ആർക്കെങ്കിലും കഴിവുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. സാർ, ഞാന് പണ്ട് സ്റ്റോറീസും കവിതകളൊക്കെ എഴുതുമായിരുന്നു. ഓക്കെ, അത് സ്വന്തം പേരിലല്ലേ? ആ, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുക്കാൻ പറ്റുമോ? ഇതുവരെ എഴുതിയിട്ടില്ല. നമുക്ക് ആലോചിക്കാലോ. ഇപ്പൊ ഇനി ഒരു അവസരം വരികയാണെങ്കിലോ നമുക്ക് ആലോചിക്കാം. അതൊരു ഇൻകം സോഴ്സ് കൂടിയാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ, എനിക്ക് പലപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യം, ഞാനിപ്പോ 3 പേർക്ക് വേണ്ടി, ഇപ്പൊ എനിക്ക് പൊതുവെ എഴുത്തുള്ളത് കൊണ്ട്, കുറെ കാലമായിട്ട് എഴുതുന്നത് കൊണ്ട് ആളുകളൊക്കെ പലതും എഴുതാൻ വേണ്ടി എന്നെ സമീപിക്കും. അതിപ്പോൾ ബിസിനസ്സുകാരാകാം, അതല്ലെങ്കിൽ ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള പലരും ആകാം. അവരൊക്കെ എൻ്റെ അടുത്ത് സമീപിക്കും, ബഷീർ, എനിക്ക് ഇങ്ങനൊരു സാധനം എഴുതണം. ഒരു 4 5 പേരോ സമീപിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിൽ 2 പേർക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഞാനല്ല, ഞാൻ അതിന് ആളുകളെ ഏർപ്പാടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഐ ഹാവ് അസൈൻഡ് സംവൺ ടു റൈറ്റ് ഇറ്റ് ആൻഡ് ഗിവ് ടു ദം. ദ ഡിസ്കഷൻ ഈസ് ഗോയിങ് ഓൺ, ദേ ആർ കീപ് ഓൺ റൈറ്റിംഗ് ഇറ്റ് ആൻഡ് ദ വർക്ക് ഈസ് ഇൻ പ്രോഗ്രസ്. അപ്പൊ അതിന് വി ഹാവ് ഫിക്സ്ഡ് എ ചാർജ് ഫോർ ദ ഓദർ. അവരുടെ പേര് ഇതിൽ കാണിക്കില്ല. ഇവർക്ക് വേണ്ടിയിട്ട് എഴുതി കൊടുക്കുന്നതിനുള്ള സംവിധാനം നിലവിലുണ്ട്. എൻ്റെ കെയർ ഓഫിൽ തന്നെ പല വർക്കുകളും അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അതിന് തയ്യാറായാൽ നിങ്ങൾ എൻ്റെ അടുത്ത്, പ്രശോഭ് സാറിൻ്റെ അടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കണം. ഞാൻ ഇന്ന വർക്കിൽ സ്പെഷ്യലൈസ്ഡ് ആണ്, അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു സാമ്പിൾ വർക്ക് ഞാൻ തരും, ഞാനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ പറ്റിയ ആളുകളെ കണക്ട് ചെയ്യും. എന്നിട്ട് സാമ്പിൾ വർക്ക് തന്നാൽ നിങ്ങൾക്ക് അത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് സ്ഥിരമായിട്ട് വർക്കുകൾ കിട്ടും. ഇതാണ് ഒരു സംവിധാനം.